ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നീറ്റ് പരീക്ഷ സുവോളജി 180 മാർക്കിൽ 2 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ചാപ്റ്ററാണ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ചാപ്റ്ററിനെ 30 മിനിറ്റിൽ നമ്മളുടെ ബ്രെയിനിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് മെത്തഡാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നമുക്ക് നല്ല പോലെ ഡയഗ്രാംസ് ഉണ്ട്. ആ ഡയഗ്രാംസ് കണ്ട് അതിൽ നിന്നും നമുക്ക് ചോദ്യങ്ങളിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. സോ 30 മിനിറ്റിൽ നമുക്ക് പഠിക്കാം എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു നീറ്റ് ഓറിയന്റഡ് അപ്രോച്ചിൽ. ഓക്കെ, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് പറയുമ്പോൾ ആദ്യം പറയുന്നത് ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ ആണ്. ആദ്യത്തെ നീറ്റ് പോയിന്റ് അവിടെയാണ്. ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് 3 പ്രധാനപ്പെട്ട ടൈപ്സ് നമ്മൾ പറയാറുണ്ട്. ഒന്ന് അമണോട്ടലിസം, 2 യൂറിയോട്ടലിസം, മൂന്നാമത്തത് യൂറിക്കോട്ടലിസം നമ്മൾ അതിനെ പറയുന്നു. അമോണിയയെ നമ്മളെപ്പോഴും പറയുന്നത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയൽ എന്നാണ്. ഈ അമോണിയയുടെ പ്രത്യേകത ഇറ്റ് ഈസ് റെഡിലി സൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്, വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഓർത്താൽ മതി, വെള്ളം കൂടുതലായി ആവശ്യമാണ് എന്തിന്, ഈ അമോണിയയെ കളയുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ആലോചിക്കണം, വെള്ളത്തിൽ താമസിക്കുന്നവർക്കായിരിക്കും കൂടുതലായിട്ടും അമോണിയയെ എലിമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പഠിക്കാം, A4 അമോണിയ ആൻഡ് A4 അക്വാട്ടിക് എന്ന് ഓർത്തിരിക്കുക. കണ്ടോ, A4 അമോണിയ, A4 അക്വാട്ടിക്. പൊതുവേ നമ്മൾ പറയാറുണ്ട് അക്വാട്ടിക് ആയിട്ടുള്ള ആംഫീബിയൻസും അക്വാട്ടിക് ആയിട്ടുള്ള ഇൻസെക്റ്റും പിന്നെ പല ബോണി ഫിഷുകളും അമണോട്ടലിസമാണ്. കിഡ്നീസിന് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല, അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ ഇല്ല നമ്മളുടെ അമോണിയയെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പാണ് യൂറിക്കോട്ടലിക് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. ഈ യൂറിക് ആസിഡിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നവരെയാണ് യൂറിക്കോട്ടലിക് ആനിമൽസ് എന്ന് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻസൊല്യൂബിൾ ആണ് വെള്ളത്തിൽ. അതുകൊണ്ട് തന്നെ പെല്ലറ്റ് അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ എലിമിനേഷൻ എന്ന് പറയുന്നത്. പൊതുവെ ഇത് ഓർത്തിരിക്കേണ്ടത് ബേർഡ് എന്ന് ഓർത്തിരുന്നാൽ മതി. അതായത് B for birds, I for insect, R for reptiles and D for desert animals. കണ്ട, ഒറ്റയടിക്ക് ഒരു കോഡ് ഇട്ട് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കിക്കേ, യൂറിയോടെലിക് എന്ന് പറയുന്നു. മാമൽസ്, പല ടെറസ്ട്രിയൽ ആയിട്ടുള്ള ആംഫിബിയൻസ്, പല മറൈൻ ഫിഷുകളും അവരൊക്കെയാണ് പ്രധാനമായിട്ടും യൂറിയയെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ അമോണിയ എന്ന് പറയുന്ന നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാകുമ്പോൾ ലിവർ എന്ത് ചെയ്യുന്നത്, അതിനെ കൺവേർട്ട് ചെയ്ത് യൂറിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ പറയും ലീസ്റ്റ് ടോക്സിക് ആയിട്ടുള്ള നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു. അമോണിയ മോസ്റ്റ് ടോക്സിക് ആണെന്ന് പറഞ്ഞു. യൂറിയ എന്ന് പറയുമ്പോൾ കമ്പയർഡ് ടു അമോണിയ ഇറ്റ് ഈസ് ലെസ് ടോക്സിക് ആണെന്ന് പറയും. പക്ഷേ ലീസ്റ്റ് ടോക്സിക് എപ്പോഴും യൂറിക് ആസിഡ് ആണ്. ഇനി ഞാൻ നോക്കിയാൽ മക്കളെ, നമ്മളാണ് എന്ത് ചെയ്യുന്നത്, യൂറിയയെ എലിമിനേറ്റ് ചെയ്യുന്ന ജീവജാലത്തിൽ പ്രധാനിയായിട്ടുള്ളവൻ. ഓക്കെ മക്കളെ, ഇനി നോക്കിക്കേ, എക്സ്ക്രീറ്ററി ഓർഗൻസ്. പൊതുവേ നമ്മൾ ആനിമൽ ഫിസിയോളജിയിൽ ഏതൊരു ചാപ്റ്റർ എടുക്കുന്ന സമയത്തും നമ്മൾ ആനിമൽ കിങ്ഡം കണക്ട് ചെയ്തായിരിക്കും വരുന്നത്. കാരണം ആനിമൽ കിങ്ഡത്തിൽ ഓരോ ഫൈലത്തിൻ്റെയും ഓരോ സിസ്റ്റത്തിനെ കുറിച്ച് സ്പെസിഫൈഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനിമൽ ഫിസിയോളജിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ചാപ്റ്ററിലും പല ഫൈലത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കാരണങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്, മനുഷ്യൻ്റെ കാര്യം പഠിക്കുമ്പോൾ അവനൊപ്പമുള്ള ആനിമൽ കിങ്ഡത്തിലെ മറ്റ് ജീവജാലങ്ങളുടെ കാര്യം കൂടെ നമ്മളൊന്ന് പഠിക്കാറുണ്ട്. അതാ നോക്കിക്കേ, എക്സ്ക്രീറ്ററി ഓർഗൻസ് നോക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ NCERT പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഫ്ലെയിം സെല്ലുകൾ അഥവാ പ്രോട്ടോനെഫ്രീഡിയ എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് ഉപയോഗിക്കുന്നവർ ആരൊക്കെ? ഒന്ന്, ഫ്ലാറ്റ് വേംസ് ഉപയോഗിക്കുന്നുണ്ട്, അതായത് പ്ലനേറിയ ക്ലാസിക്കൽ എക്സാമ്പിളാണ്. റോട്ടിഫേഴ്സ് എന്ന് പറയുന്നൊരു വിഭാഗം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില അനലിഡുകളും ആൻഡ് ഒരു പ്രധാനപ്പെട്ട സിഫാലോകോഡേറ്റ് ആയിട്ടുള്ള ആംഫിയോക്സസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഈ ഫ്ലെയിം സെല്ലുകൾ അഥവാ പ്രോട്ടോനെഫ്രീഡിയാസിനെ അവരുടെ എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ നെഫ്രീഡിയയിൽ വന്നാലോ, എർത്ത് വേമും മറ്റ് അനലിറ്റ്സുമാണ്. അതാ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ സം അനലിറ്റ്സ് എവിടെ പറഞ്ഞു, പ്രോട്ടോനെഫ്രീഡിയ ആണെങ്കിൽ അതർ അനലിറ്റ്സ് എവിടെ വരുന്നുണ്ട്, നെഫ്രീഡിയയിൽ വരുന്നുണ്ട്. മാൽപിജിഹാൻ ട്യൂബ്യൂൾസ് ഉപയോഗിക്കുന്ന ആരൊക്കെയാണ്? സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിൽ നമ്മൾ പഠിച്ചതാണ് സ്ട്രെയിറ്റ് അവേ 100 മുതൽ 150 മാൽപിജിഹാൻ ട്യൂബ്യൂളുള്ള പാറ്റയെ കുറിച്ച് അല്ലേ. സോ മോസ്റ്റ് ഓഫ് ദ ഇൻസെക്ട്സ് ഇൻക്ലൂഡിങ് കോക്രോച്ച് എന്ന് പറയുന്നത് മാൽപിജിഹാൻ ട്യൂബ്യൂൾസ് ഉപയോഗിക്കുന്നു. ആന്റിനൽ ഗ്ലാൻഡ് അഥവാ ഗ്രീൻ ഗ്ലാൻഡ് ഉപയോഗിക്കുന്നവർ ആരാണ്? പ്രോൺ പോലെയുള്ള ക്രസ്റ്റേഷ്യൻസ് ആണ് ആന്റിനൽ ഗ്ലാൻഡ് അഥവാ ഗ്രീൻ ഗ്ലാൻഡുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്ന വിഭാഗം. ഓക്കെ പിള്ളേരെ, ഇനി നോക്കിക്കേ, ചിത്രങ്ങളിലൂടെ ഈ ചാപ്റ്റർ ഈസി ആയിട്ട് കയ്യിൽ നമുക്ക്
കൈപ്പിടിയിൽ ഒതുക്കുന്ന ഞാൻ കാണിച്ചു തരാം. എന്നാൽ നോക്കിക്കേ, ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം, മനുഷ്യൻ്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട് അതാന്ന് നോക്കിയാൽ ചിത്രത്തിൽ നിന്ന് തന്നെ പറയാം. കിഡ്നി 1, കിഡ്നി 2, അപ്പം ഒരു പെയർ കിഡ്നി ഉണ്ട്. യൂററ്റർ 1, യൂററ്റർ 2, അപ്പം നമ്മൾ പറയുന്നു ഒരു പെയർ യൂററ്റർ ഉണ്ട്. ബ്ലാഡർ 1 ഉള്ളൂ, യൂറത്ര 1. കണ്ടോ, ഒറ്റയടിക്ക് ആദ്യത്തെ ചോദ്യം കിട്ടിയല്ലോ. എ പെയർ ഓഫ് കിഡ്നി, എ പെയർ ഓഫ് യൂററ്റർ, 1 ബ്ലാഡർ 1 യൂറത്ര. ഇനി കിഡ്നിയിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നവൻ റീനൽ ആർട്ടറി. കണ്ടല്ലോ, കിഡ്നിയിൽ നിന്നും തിരികെ ബ്ലഡ് കൊണ്ടുപോകുന്നവൻ റീനൽ വെയിൻ. ഒറ്റയടിക്ക് ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അതാ നോക്കിയേ. കിഡ്നിയിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നവൻ റീനൽ ആർട്ടറി, കിഡ്നിയിൽ നിന്നും ബ്ലഡ് തിരികെ കൊണ്ടുപോകുന്നവൻ റീനൽ വെയിൻ. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇതാണ് ഫസ്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കറ, ഈ കിഡ്നിയെ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ തലയിൽ ഇതാ ഒരു തൊപ്പി പോലെ സ്ട്രക്ചർക്ക് നമുക്ക് എപ്പോഴും കാണാനായിട്ട് പറ്റും കേട്ടോ. ആ തൊപ്പി ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷനിൽ നമ്മൾ ആ കാര്യം എടുത്ത് പഠിക്കുന്നുണ്ട്, അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ പൊസിഷനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി ഈ കിഡ്നിയെ കുറിച്ച് മറ്റെന്തൊക്കെ പോയിന്റാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? അതാ നോക്കിക്കേ മക്കളെ, ഏതെല്ലാം പോയിന്റുകളാണെന്ന് നോക്കിക്കേ. 1, കിഡ്നിയുടെ കളറ് ചോദിച്ചാൽ എന്ത് പറയാം? ഏകദേശം ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള കളറാണ് അല്ലെ. ഈ ചിത്രം നോക്കിക്കേ, ചിത്രം കണ്ടിട്ട് അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നു, ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള ഒരു കളറല്ലേ നമ്മൾ കാണുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ കിഡ്നിയുടെ ഒരു പൊസിഷൻ ചോദിച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട്. എന്താണ്? 12ാം തൊറാസിക്കിനും 3ാം ലംബാറിനും ഇടയിലായിട്ട്. ഇതേ കാര്യം നമ്മൾ പറയുന്നത് എന്താ? നമ്മളുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ വെർട്ടിബ്രൽ ഫോർമുല. എന്തായിരുന്നു വെർട്ടിബ്രൽ ഫോർമുല? C7 T12 L5 S1 CY1 അങ്ങനെയല്ലേ പഠിക്കുന്നത്. അതായത് സെർവിക്കൽ 7, തൊറാസിക് 12, ലെംബാർ 5, സാക്രൽ 1, കൊക്കീജിയൽ 1. അപ്പം തൊറാസിക്ക് 12 ഉള്ളൂ. അപ്പം നമ്മൾ പറയും ലാസ്റ്റ് തൊറാസിക്കിനും 3ാം ലംബാറിനും ഇടയിൽ കിഡ്നി കാണുന്നു. അങ്ങനെയും പറയാൻ പറ്റും അല്ലേ. അപ്പൊ പരീക്ഷയ്ക്ക് 2 രീതിയിലും ചോദിക്കാം. ഇനി അടുത്ത പോയിന്റ് എന്തായിരിക്കും മക്കളെ പറയേണ്ടത്? ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രത്തോളം വരുന്നുണ്ട്? 10 തൊട്ട് 12 സെന്റിമീറ്റർ വരെയാണ്. ഇനി വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട്? 5 തൊട്ട് 7 സെന്റിമീറ്റർ വരെയാണ്. ഇനി തിക്നെസ് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട്? 2 തൊട്ട് 3 സെന്റിമീറ്റർ വരെയാണ്. ഓക്കേടാ മക്കളെ. ഇനി അടുത്ത് നോക്കിയേ, ഒരു കിഡ്നിക്ക് എത്രത്തോളം വെയിറ്റ് വരുന്നുണ്ട്? അപ്പൊ നമ്മൾ പറയുന്നത് എന്താ? ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 120 മുതൽ 170 ഗ്രാം വരെയാണ്. കണ്ടോടാ, ഒറ്റ ചിത്രത്തിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ മക്കളെ, ഇതിനെ അടുത്ത നോക്കിക്കേ. കിഡ്നി നമ്മളപ്പോ ആദ്യത്തെ എന്താ ചെയ്തത്? ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം എടുത്തു. ഇനി അതിൽ നിന്നാണ്ട് ഒരാളെ മാത്രമായിട്ട് ഈ കിഡ്നിയെ നമ്മൾ ഇങ്ങനെ പെറുക്കിയെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചു. ഇനി അയാളെ കുറിച്ച് പഠിക്കാൻ പോകണം. ഒറ്റയടിക്ക് ഇതാ നോക്കിയോ, ചിത്രത്തിൽ നിന്ന് പഠിക്കാം. കിഡ്നിയെ ആദ്യം പറയുമ്പോൾ അതിനെ കവർ ചെയ്തുകൊണ്ട് 3 ലെയർ ആയിട്ടുള്ള ഒരു ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഉണ്ട്. റീനൽ ക്യാപ്സ്യൂൾ എന്നാ പറയുന്നത്. അതാ കണ്ടോ, 3 ലെയർ ആയിട്ടുള്ള ഒരു ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഉണ്ട്, റീനൽ ക്യാപ്സ്യൂൾ എന്നാ പറയുന്നത്. ഇനി കിഡ്നി എടുത്ത് നോക്കിയാൽ അതിന്റെ ഔട്ടർ സ്ട്രക്ചറിനെ ഇതാ നോക്കിക്കേ മക്കളെ, കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ അകത്തുള്ള ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കാം? നമുക്ക് വിളിക്കാം മെഡുല്ല എന്ന് വിളിക്കാം. അപ്പം പുറത്ത് കോർട്ടെക്സും അകത്ത് മെഡുല്ല എന്ന് പറയാം. ഓക്കേടാ മക്കളെ. ഇനി അടുത്ത നോക്കിക്കേ, കിഡ്നിയുടെ കോൺകേവ് സൈഡിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കോൺകേവ് സൈഡിലായിട്ട് ഇതാണ്ട് ഇവിടെ ആയിട്ട് ഇതാണ് കോൺകേവ് സൈഡ് ഓഫ് ദ കിഡ്നി എന്ന് പറയുന്നത്. ആ കോൺകേവ് സൈഡിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ഒരു ഓപ്പണിങ് കാണാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈലം അല്ലെങ്കിൽ ഹൈലസ് എന്ന് പറയാറുണ്ട്. ഇതാ നോക്കി, ഇപ്പോൾ ഒരു കിഡ്നി വരയ്ക്കുന്ന സമയത്ത് ഇതതിൻ്റെ ഒരു കോൺകേവ് സൈഡിൽ കാണുന്ന നമ്മൾ എന്ത് പറയുന്നു? ഒരു ഓപ്പണിംഗ് ആണ്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഹൈലം അല്ലെങ്കിൽ ഹൈലസ് എന്ന് വിളിച്ചു. ആ ഹൈലം അല്ലെങ്കിൽ ഹൈലസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് വെസൽസും നെർവും ലിംഫാറ്റിക് ഡക്റ്റുകളും എല്ലാം തന്നെ യൂററ്ററും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കിഡ്നിയിലോട്ട് വന്ന് കയറുന്നത്. കണ്ടോ? അപ്പൊ അതാണ് ഹൈലത്തിന്റെ പ്രത്യേകത. ഇനി അടുത്ത നോക്കിക്കേ,
ഹൈലത്തിൽ നിന്നും ഒരു ഫണൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള കണ്ട അതെ ഇത് നോക്കിക്കേ മക്കളെ, ഇതുണ്ട് ഒരു ഫണല് പോലത്തെ കണ്ട ഒരു ഫണല് പോലത്തെ ഒരു ചോർപ്പ് പോലത്തെ മണ്ണെണ്ണയുടെയൊക്കെ ക്യാൻ ഉപയോഗിക്കുന്ന ചോർപ്പ് പോലത്തെ ഒരു ഭാഗം, അതിനെ വിളിക്കുന്ന പേരെന്താ? റീനൽ പെൽവിസ് എന്ന് പറയുന്നു. ആ റീനൽ പെൽവിസസിന് കുറച്ച് പ്രൊജക്ഷൻസ് ഉണ്ട്. ഇതാ കണ്ട ഈ റീനൽ പെൽവിസിന്റെ പ്രൊജക്ഷൻസ് അല്ലേടാ മക്കളെ, ഇതാ ഈ കാണുക, ഇത് പ്രൊജക്ഷൻ അല്ലേ, ഇത് പ്രൊജക്ഷൻ അല്ലേ, ഇത് പ്രൊജക്ഷൻ അല്ലേ, ഇത് പ്രൊജക്ഷൻ അല്ലേ, കണ്ടോ ഈ പ്രൊജക്ഷൻസിനെ കണ്ടോ? ഈ പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് കാലിക്സ് അല്ലെങ്കിൽ കാലിസസ് എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. ഇനി അത് നോക്കി, ഈ കിഡ്നിയുടെ അകംഭാഗം, അതിൻ്റെ അകംഭാഗത്തിന് നമ്മൾ മെഡുല്ല എന്ന് പറഞ്ഞു. ആ മെഡുല്ലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തലതിരിഞ്ഞ ട്രയാങ്കിൾ പോലത്തെ പിരമിഡുകളെ കാണാം. കണ്ടോ? ഇൻവേർട്ടഡ് ട്രയാങ്കുലാർ പിരമിഡുകൾ. ഒറ്റയടിക്ക് നമ്മൾ അവനെ വിളിക്കുന്ന പേരാണ് മെഡുല്ലറി പിരമിഡുകൾ എന്ന് നമ്മൾ വിളിക്കുന്നു. കണ്ടോ? മെഡുല്ലറി പിരമിഡുകൾ. ഇനി നോക്കിക്കേടാ മക്കളെ, ഈ മെഡുല്ലറി പിരമിഡുകൾ ഇതാ, ഇതൊരു മെഡുല്ലറി പിരമിഡ്, ഇത് മെഡുല്ലറി പിരമിഡ്, ഇങ്ങനെ മെഡുല്ലറി പിരമിഡ് ഇരിക്കുന്ന കണ്ടോ? ആ മെഡുല്ലറി പിരമിഡിന്റെ ഇടയിലുള്ള സ്പേസ് കണ്ടില്ലേ? ഏതാണ്ട് ഈ സ്പേസ്, ഏതാണ്ട് ഇത് ഇടയിലുള്ള സ്പേസുകളല്ലേ, ഏതാണ്ട് ഈ കാണുന്നതെല്ലാം. ഈ സ്പേസുകൾ എന്ന് പറയുന്നത് കോർട്ടെക്സിൽ നിന്നും മെഡുല്ലയിലോട്ട് വന്നതല്ലേ, കണ്ടല്ലോ? അങ്ങനെ കോർട്ടെക്സിൽ നിന്നും മെഡുല്ലയിലോട്ട് വന്ന ആ സ്പേസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീനൽ കോളം ഓഫ് ബെർട്ടിനി. ഇതായത് കണ്ടോ, റീനൽ കോളം ഓഫ് ബെർട്ടിനി, റീനൽ കോളം ഓഫ് ബെർട്ടിനി നമ്മൾ അതിനെ വിളിക്കും. കണ്ടോ? ഇനി നമ്മൾ ഓരോ കിഡ്നി എടുത്ത് നോക്കിയാലും അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കാണാം? 1 മില്യണോളം നെഫ്രോൺസിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. നെഫ്രോൺസ് എന്ന് പറഞ്ഞാൽ ആരാടാ മക്കളെ? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. കിഡ്നിയുടെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ നെഫ്രോൺ എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. കണ്ടല്ലോ? അടുത്ത ചിത്രത്തിൽ നിന്ന് ബാക്കി ഇഷ്ടം പോലെ പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? ഓക്കെ മക്കളെ, ഇതാ അടുത്ത ചിത്രം നോക്കി. നെഫ്രോൺ. പലപ്പോഴും കുട്ടികൾ ചോദിക്കും, ഈ സാറേ ഈ സാധനം ഇത് എവിടാണ്ട് ഇരിക്കണത്? ഇതാ കണ്ടോ? ഇതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് നെഫ്രോൺസ്. ഇതാ കണ്ടോ? അപ്പം നെഫ്രോൺസിനെ കുറിച്ചാണ് നമുക്കിപ്പോൾ ഇതാ ഈ ചാപ്റ്ററിനെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞില്ലേ, പടം വരച്ച് അല്ലെ പടം കണ്ട് പഠിക്കാം. കാരണം കിഡ്നിക്കകത്തുള്ളതാണ് 1 മില്യൺ ആയിട്ടുള്ള നെഫ്രോൺസ് എന്ന് നമ്മളതിനെ വിളിക്കും. ഇതാ നോക്കി, ഒരു നെഫ്രോണിൻ്റെ സ്ട്രക്ചർ പറയുന്ന സമയത്ത് നമുക്ക് 2 പേരെ പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന് നമ്മൾ പറയുന്നു ഗ്ലോമറൂലസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. 2 പറയുന്നു അതിൻ്റെ റീനൽ ട്യൂബ്യൂളുണ്ട്. മക്കളേടാ, ഗ്ലോമറൂലസ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വേറൊരാളെ കുറിച്ച് പറയണം. ഒരു ഡബിൾ വാൾഡായിട്ടുള്ള കപ്പ് പോലത്തെ ഒരു ഓർഗൻ ഉണ്ട്. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ്, ദാണ്ട് ഇവിടെ കിടപ്പുണ്ട്, ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. കണ്ടോ? ഡബിൾ വാൾഡായിട്ടുള്ള കപ്പ് പോലത്തെ ഒരു ഭാഗമാണ്, അതിനെയാണ് ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നത്. ആ ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ അകത്തേക്ക് അതാ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ അകത്തേക്ക് എന്താ സംഭവിക്കുന്നത്? അഫറന്റ് ആർട്ടീരിയോൾ, അതായത് ശരിക്കും പറഞ്ഞാൽ റീനൽ ആർട്ടറിയിൽ നിന്നും ദാ ഇങ്ങോട്ട് ഇങ്ങനെ അഫറന്റ് ആർട്ടീരിയോൾ വരുന്നു. ആ അഫറന്റ് ആർട്ടീരിയോൾ ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ അകത്ത് ചെല്ലുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഇറ്റ് ബിക്കേം എ ടഫ്റ്റ് ഓഫ് കാപ്പിലറി അല്ലെങ്കിൽ ബഞ്ച് ഓഫ് കാപ്പിലറി എന്ന് നമ്മളതിനെ പറയാം. കാപ്പിലറികളുടെ ഒരു കൂട്ടമായിട്ട് മാറുന്നു. ആ സമയം അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറൂലസ് എന്ന് വിളിക്കുന്നു. അവിടെ നിന്നും തിരികെ പുറത്തോട്ടിറങ്ങുമ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ പറയുന്നതാണ് ഇഫറന്റ് ആർട്ടീരിയോൾ. ഇ ഫോർ എക്സിറ്റ്. കണ്ടല്ലോ? അപ്പം അഫറന്റ് ആർട്ടീരിയോൾ, ഗ്ലോമറൂലസ്, ഇഫറന്റ് ആർട്ടീരിയോൾ. ബ്ലഡ് ഫ്രം ദ ഗ്ലോമറൂലസ് ഈസ് ക്യാരീഡ് അവേ ബൈ ആൻ ഇഫറന്റ് ആർട്ടീരിയോൾ. കണ്ടോ? ഗ്ലോമറൂലസിൽ നിന്നുള്ള ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഇഫറന്റ് ആർട്ടീരിയോൾ വഴിയാണ്. ഇനി ഇത് രണ്ടും കൂടുള്ള അവസ്ഥയ്ക്ക് എന്താ വിളിക്കുന്നത്? നോക്കി, ഇപ്പൊ ഇവിടെ 2 ആൾക്കാരെ നമ്മൾ പറഞ്ഞില്ലേ. ഒന്ന് ഗ്ലോമറൂലസ് ഉണ്ടെന്ന് പറഞ്ഞു, അത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ബൗമാൻസ് ക്യാപ്സ്യൂളും ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 പേരെയും കൂടെ ചേർന്ന് വിളിക്കുന്ന പേരാണ് മാൽപീജിയൻ ബോഡി എന്ന് വിളിക്കുന്നു. മാൽപീജിയൻ ട്യൂബ്യൂൾ അല്ല കേട്ടോ. മാൽപീജിയൻ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ എക്സ്ക്രീറ്ററി ഓർഗനിൻ പാറ്റയാണ്. ഇത് മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസിൽ എന്നാണ് നമ്മൾ അവനെ വിളിക്കുന്നത്. കണ്ടോ? റീനൽ കോർപ്പസിൽ എന്ന് പറയുന്നു. ക്ലിയർ?
ഇനി നോക്കിയേ, നമ്മൾ ഇവൻ്റെ ട്യൂബ് ഒന്ന് നോക്കിക്കേ. അപ്പോൾ ബൗമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് നമ്മൾ നേരെ അടുത്ത് അതിൻ്റെ ട്യൂബിലോട്ട് പോവാൻ. ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിൻ്റെ പ്രോക്സിമൽ ഭാഗത്തായിട്ട് ഇതാ ഭയങ്കരമായിട്ടുള്ള കൺവല്യൂഷൻസ് കണ്ടില്ലേ? ഇതാ കണ്ടോ, ഹെവിലി കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ കണ്ടോ, അതാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് എന്താ അതിങ്ങനെ ഒരു ലൂപ്പ് പോലായിട്ട് മാറിയിരിക്കുന്നത് കണ്ടോ, കണ്ടോ ഒരു ലൂപ്പ് പോലെ, അതാണ് ലൂപ്പ് ഓഫ് ഹെൻലെ. ആ ലൂപ്പിൽ നിന്നും ഇങ്ങനെ കയറി വന്നിട്ട് അതിൻ്റെ ഡിസ്റ്റൽ എൻഡിലായിട്ട് ഇതാ വീണ്ടും കൺവല്യൂഷൻസിനെ കണ്ടോ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇനി ഈ ലൂപ്പ് ഓഫ് ഹെൻലെയെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു ഹെയർ പിൻ പോലത്തെ ഭാഗമാണ്. അതിന് ഡിസെൻഡിങ് ആയിട്ടുള്ള ലിംബുണ്ട്, അസെൻഡിങ് ആയിട്ടുള്ള ലിംബുണ്ട്. കണ്ട, ഇതാണ് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലെ, മറ്റേത് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലെ. ഇനി നോക്കിക്കേടാ മക്കളെ, ഈ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലെ ഇയാളിതാ നേരെ എങ്ങോട്ടാണ് വരുന്നത്, ഒരു കളക്റ്റിംഗ് ഡക്റ്റിലോട്ടാണ് വരുന്നത്. അപ്പം അതാ ഈ കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയുന്നത് കോമൺ ആണ് എന്ന് പറഞ്ഞാൽ പല നെഫ്രോൺസിൻ്റെയും DCT ഒരുമിച്ച് ചേർന്നാണ് ഒരു കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് വരുന്നത്. അപ്പം നമ്മൾ പറയാറുണ്ട് DCT ഓഫ് മെനി നെഫ്രോൺസ് ഓപ്പൺസ് ഇൻ ടു ദ കളക്റ്റിംഗ് ട്യൂബ്യൂൾ. അപ്പോൾ ഒരു നീറ്റ് ചോദ്യമുണ്ട് കേട്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എ സിംഗിൾ യൂർണിഫറസ് ട്യൂബ്യൂൾ എന്നൊരു ചോദ്യമുണ്ട്. ഒരു സിംഗിൾ യൂർണിഫറസ് ട്യൂബ്യൂളിൻ്റെ ഭാഗം അല്ലാത്തത് ഏതാണെന്നും പറഞ്ഞൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അതിൽ കളക്റ്റിംഗ് ഡക്റ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ആൻസർ. കാരണം കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിഫറസ് ട്യൂബ്യൂളിൻ്റെ അല്ല, ഒരുപാട് യൂണിഫറസ് ട്യൂബ്യൂൾസിൻ്റെയാണ്. കാരണം എന്തുകൊണ്ടാ, DCTകൾ എല്ലാം കൂടെ ചേർന്ന് ഒരു കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് വരുന്നു. ഓക്കെ, അപ്പം ഇതാണ് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഇതാ നോക്കിക്കേ, ഈ കളക്റ്റിംഗ് ഡക്റ്റ് എന്താ ചെയ്യുന്നത്, അത് പതുക്കെ കോർട്ടെക്സിൽ നിന്നും നേരെ മെഡുല്ലയുടെ അകംഭാഗങ്ങളിലോട്ടൊക്കെ പോയിട്ട് അത് പതുക്കെ ഒരുമിച്ച് ചേർന്ന് റീനൽ പെൽവിസ് ആയിട്ട് മാറി. നേരത്തെ നമ്മൾ കണ്ടില്ലേ ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള റീനൽ പെൽവിസിനെ കുറിച്ച്. അങ്ങനെ അതൊരു റീനൽ പെൽവിസ് ആയിട്ട് മാറി. അതെന്ത് ചെയ്യുന്നുണ്ട്, അത് കാലിക്സസിലെ മെഡുല്ലറി പിരമിഡ് വഴിയൊക്കെയാണ് റീനൽ പെൽവിസ് ആയിട്ട് മാറിയത്. അത് പിന്നെ പതുക്കെ ഇറങ്ങി യൂററ്റർ വഴി അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ബ്ലാഡറിലെത്തി യൂറത്ര വഴി യൂറിനായിട്ട് അത് വെളിയിലോട്ട് വരും. അപ്പം ഇങ്ങനെയാണ് കളക്റ്റിംഗ് ഡക്റ്റിലൂടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു സഞ്ചാരപാത നടക്കുന്നത്. ഇനി ഇതാ നോക്കിക്കേ മക്കളെ, ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 3 പ്രധാനപ്പെട്ട ആളുകളുണ്ട്. ഇതാ നോക്കിക്കോണേ, 3 പ്രധാനപ്പെട്ട ആളുകളെ നമുക്ക് പറയാനുണ്ട്. ആരൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ഇതാ നോക്കി, ഈ കോർട്ടെക്സ് റീജിയൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആരെയൊക്കെ കാണാനായിട്ട് പറ്റുന്നു. ഇതാ നോക്കി, നമ്മളൊരു കിഡ്നി എടുത്ത് നോക്കിയാൽ ഒരു കിഡ്നി ഇതാ നമ്മൾ ചുമ്മാ ഇങ്ങനെ വരച്ചു. ഇതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ നെഫ്രോൺസ് എന്ന് പറയുന്നത് ഇതാ ഇതിങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. കണ്ട, ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. കണ്ട, അതായത് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ബൗമാൻസ് ക്യാപ്സ്യൂൾ, PCT, DCT ഇതെല്ലാം കോർട്ടെക്സ് റീജിയനിൽ കാണാം. നമ്മളുടെ ഹെൻലെ ലൂപ്പ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതെവിടെയായിരിക്കും, അകത്തോട്ടായിരിക്കും, മെഡുല്ല റീജിയനിലോട്ടായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ നീറ്റ് പരീക്ഷയിൽ പോയിൻ്റായിട്ട് പറയാറുണ്ട് മാൽപി-ജിഹാൻ ബോഡി എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ, മാൽപി-ജിഹാൻ ബോഡി എന്ന് പറയുന്നത്, മാൽപി-ജിഹാൻ ബോഡി എന്ന് പറയുന്നത് നമ്മളുടെ സാക്ഷാൽ ഗ്ലോമറൂലസ് പ്ലസ് ബൗമാൻസ് ക്യാപ്സ്യൂളാണ്. മാൽപി-ജിഹാൻ ബോഡിയും PCTയും DCTയും ഇവർ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, അവരെല്ലാവരും കോർട്ടെക്സ് റീജിയനിൽ കാണപ്പെടുന്നു. ഇനി ഹെൻലെ ലൂപ്പ് നോക്കിയാലോ, ഇറ്റ് ഡിപ്സ് ടു ദ മെഡുല്ല, മെഡുല്ലയിലോട്ട് ഡിപ്പ് ചെയ്തിറങ്ങുന്നു എന്നാണ് നമുക്ക് അവിടെ പറയാനായിട്ടുള്ളത്. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ പറയുന്ന സമയത്ത് ചില നെഫ്രോണിൻ്റെ കേസിൽ ഈ ലൂപ്പ് ഓഫ് ഹെൻലെ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരിക്കും, വളരെ ടു ഷോർട്ട് ലൂപ്പ് ഓഫ് ഹെൻലെ ആയിരിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലൂപ്പ് ഓഫ് ഹെൻലെ അങ്ങ് താഴത്തോട്ട് ഇറങ്ങിയിട്ടൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള നെഫ്രോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർട്ടിക്കൽ നെഫ്രോൺ. അതിനെ വിളിക്കുന്നത് ലൂപ്പ് ഓഫ് ഹെൻലെ റെഡ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ലൂപ്പ് ഓഫ് ഹെൻലെ റെഡ്യൂസ്ഡ് ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് കോർട്ടിക്കൽ നെഫ്രോൺ. അപ്പം മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, സാറേ അപ്പം റെഡ്യൂസ്ഡ് അല്ലാത്തവരുണ്ടാവത്തില്ലേ? ഉണ്ട്. ചില നെഫ്രോൺസിനെ നോക്കിയാൽ ലൂപ്പ് ഓഫ് ഹെൻലെ അങ്ങ് ഇറങ്ങി മെഡുല്ല വരെ ചെല്ലുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്നുണ്ട് ഹെൻലെ എക്സ്റ്റെൻസ് ഡീപ്പ് ടു ദ മെഡുല്ല, ഡീപ്പ് ടു മെഡുല്ല. അങ്ങനെയുള്ള കേസിലെ നെഫ്രോൺസിനെ നമ്മൾ വിളിക്കുന്നു
ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺ. കണ്ടോ, ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺ. ഒറ്റയടിക്ക് നമുക്ക് അവരെ അങ്ങനെ പറയാനായിട്ട് പറ്റും. ഓക്കേടാ മക്കളെ, അപ്പോൾ അത് അടുത്ത നോക്കിക്കേ, മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ ആണ്. ആ യൂറിൻ ഉണ്ടാവുന്ന 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഏതൊക്കെയാ മക്കളെ? ഒന്ന് ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ. കണ്ടോ, ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ. 2 ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. 3ാമത്തെ സ്റ്റെപ്പ് ട്യൂബുലാർ സെക്രീഷൻ. കണ്ടോ, അങ്ങനെ 3 സ്റ്റെപ്പുകളാണ് നമുക്ക് പ്രധാനമായി യൂറിൻ ഫോർമേഷനിൽ ഉള്ളത്. ഇനി ഇതാ നോക്കിക്കേ, ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പില്ലേ, ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നൊരു കാര്യം എന്താണ്? ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, ഓൾമോസ്റ്റ് ഓൾ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ബ്ലഡ് പ്ലാസ്മ എക്സെപ്റ്റ് ദ പ്ലാസ്മ പ്രോട്ടീൻസ് പാസ് ഇൻ ടു ദ ലൂമൻ ഓഫ് ദ ബോമാൻസ് ക്യാപ്സ്യൂൾ. ബ്ലഡിലെ പ്ലാസ്മ പ്രോട്ടീൻ ഒഴികെ ബാക്കി എല്ലാവരും ആ ഫിൽട്രയിലോട്ട് ഇറങ്ങിപ്പോരുന്നു. പക്ഷെ പ്ലാസ്മ പ്രോട്ടീൻസിനെ വെറുതെ അങ്ങോട്ട് കടത്തി വിടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, ഈ ഗ്ലോമറുലാർ കാപ്പിലറി ബ്ലഡ് പ്രഷർ ആണ് ഈ 3 ലെയർ ഫിൽട്രേഷന് സഹായിക്കുന്നത്. നോക്കിയാൽ മക്കളെ, ഏതൊക്കെയാണ്? ഒന്ന് എൻഡോത്തീലിയം ഓഫ് ദ ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ. 2 എപ്പിത്തീലിയം ഓഫ് ദ ബോമാൻസ് ക്യാപ്സ്യൂൾ. 3ാമത്തേത് ബേസ്മെന്റ് മെമ്പറൈൻ ബിറ്റ്വീൻ ദം. അങ്ങനെ 3 ലെയർ ആണ് നമ്മൾ അവിടെ പറയും. ഈ എപ്പിത്തീലിയം ഓഫ് ദ ബോമാൻസ് ക്യാപ്സ്യൂൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, അവിടെ എപ്പിത്തീലിയൽ സെൽസിനെ പോഡോസൈറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. കണ്ടോ, ബോമാൻസ് ക്യാപ്സ്യൂളിന്റെ എപ്പിത്തീലിയൽ സെൽസിനെ പോഡോസൈറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ പോഡോസൈറ്റുകൾ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ ഇടയിലുള്ള ദാണ്ട് ഈ സ്പേസുകൾ കണ്ടോ, ഇടയിലുള്ള ഈ മൈന്യൂട്ട് സ്പേസുകളെ നമ്മൾ പറയുന്നു ഫിൽട്ടറേഷൻ സ്ലിറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്ലിറ്റ് പോറുകൾ എന്നാണ് വിളിക്കുന്നത്. ഫിൽട്ടറേഷൻ സ്ലിറ്റുകൾ അല്ലെങ്കിൽ സ്ലിറ്റ് പോറുകൾ നമ്മൾ അവരെ വിളിക്കുന്നു. ക്ലിയർ? ഇനി ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷനിൽ നമ്മൾ പറഞ്ഞു എമൗണ്ട് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്ടറേറ്റ് ഫോംഡ് പെർ മിനിറ്റ്. 1 മിനിറ്റിൽ ഉണ്ടാവുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ എമൗണ്ട് GFR എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ആ GFR എന്ന് പറയുന്നത് 125 ml പെർ മിനിറ്റ് ആണ്, അല്ലെങ്കിൽ 180 ലിറ്റർ പെർ ഡേ ആണ്. എന്താ GFR മക്കളെ? എമൗണ്ട് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്ടറേറ്റ് ഫോംഡ് പെർ മിനിറ്റ്. 1 മിനിറ്റിൽ ഉണ്ടാവുന്ന ഗ്ലോമറുലാർ ഫിൽട്ടർ. ഇനിയുള്ളതാണ് 2ാമത്തെ 3ാമത്തെ സ്റ്റെപ്പ്, ട്യൂബുലാർ റീഅബ്സോർപ്ഷനും ട്യൂബുലാർ സെക്രീഷനും. ഇതാ നോക്കിയാൽ മക്കളെ, 180 ലിറ്റേഴ്സ് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാവുന്നുണ്ട്. അത് മുഴുവൻ നമ്മൾ മൂത്രമൊഴിച്ച് കളയുന്നുണ്ടോ? ഇല്ല. സോ 99% ഈസ് റീഅബ്സോർബ്ഡ് ബാക്ക്. കണ്ടോ, 99% 99% ഈസ് റീഅബ്സോർബ്ഡ് ബൈ ദ റീനൽ ട്യൂബ്യൂൾ. അതുകൊണ്ടാണ് ഒരു ദിവസം ഒരു 1.5 ലിറ്റർ യൂറിൻ മാത്രം നമ്മളെപ്പോഴും ഒഴിക്കുന്നത്. ഇനി ഫിൽട്രേറ്റിൽ നിന്നും ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം ഇതൊക്കെ ആക്റ്റീവായിട്ട് റീഅബ്സോർബ് ചെയ്ത് മാറ്റും. അതുപോലെ തന്നെ നൈട്രോജീനസ് വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ പാസീവായിട്ട് റീഅബ്സോർബ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഇനി നോക്കിയാൽ മക്കളെ, ഈ ട്യൂബുലാർ റീഅബ്സോർപ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നോക്കിയാൽ മക്കളെ, PCT ആണ് നമ്മൾ പറയുന്നത്. മാക്സിമം റീഅബ്സോർപ്ഷൻ നടത്തുന്നവൻ PCT. നീറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. മാക്സിമം റീഅബ്സോർപ്ഷൻ നടത്തുന്നത് PCT. 70 മുതൽ 80% വരെ റീഅബ്സോർപ്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്ന PCT. ഉടനെ നമ്മൾ ഓർത്തു വയ്ക്കണം മക്കളെ, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിൽ പഠിച്ചിട്ടില്ലേ? സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡഡ് എപ്പിത്തീലിയം എവിടെയുണ്ട്? PCTയിൽ ഉണ്ട് അല്ലേ? നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓക്കെ, അടുത്ത നോക്കിയേ. ഇനി നമ്മൾ ഈ മിനിമം റീഅബ്സോർപ്ഷൻ എവിടെയാ? അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലെ ലൂപ്പിന്റെ അസെൻഡിങ് ലിംബിലാണ് മിനിമം റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ഇനി മക്കളെ, അടുത്തത് കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ. 3ാമത്തെ പോയിന്റ് അതാട്ടോ. കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെയാണ്? കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് DCTയിലാണ്. ആരുടെയൊക്കെ? സോഡിയത്തിൻ്റെയും വെള്ളത്തിൻ്റെയും. ഇതാ നോക്കി, ചിത്രങ്ങളിലെല്ലാം ഉണ്ട്. ഇതാ മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കുന്നത് PCTയിലാണ്. ഏറ്റവും കുറവ് നടക്കുന്നത് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് എല്ലയിലാണ്.
കണ്ടീഷണലായിട്ട് വെള്ളത്തിൻ്റെയും സോഡിയം അയോൺസിൻ്റെ റീഅബ്സോർഷൻ നടക്കുന്നത് DCTയിലാണ്. കണ്ടോ, ഇത് മൂന്നും കൂടെ ചേർന്നാണ് റീഅബ്സോർഷൻ നടക്കുന്നത്. ഇനി ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PCTയുടെ സെൽസും DCTയുടെ സെൽസും കൂടെ ചേർന്ന്, അതായത് ഈ PCTയുടെ സെൽസുകളാണെങ്കിലും ഈ DCTയുടെ സെൽസുകളാണെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ അയണിക് ബാലൻസും ആസിഡ് ബേസ് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അതാ നോക്കിക്കേ, അയണിക് ബാലൻസ് എന്ന് പറഞ്ഞാൽ സോഡിയം പൊട്ടാസ്യം ബാലൻസ്, ആസിഡ് ബേസ് ബാലൻസ് എന്ന് പറഞ്ഞാൽ pH. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, H+ ഫിൽട്ടറേറ്റിലോട്ട് കൊടുക്കുന്നു. കണ്ടോ, അതായത് ചിത്രം നോക്കിയാൽ മതി. H+ ഫിൽട്ടറേറ്റിലോട്ട് കൊടുക്കുന്നു, NH3 ഫിൽട്ടറേറ്റിലോട്ട് കൊടുക്കുന്നു. കണ്ടോ, K+ ഫിൽട്ടറേറ്റിലോട്ട് കൊടുക്കുന്നു. കണ്ടോ, അപ്പം അയണിക് ബാലൻസ് എന്ന് പറഞ്ഞാൽ സോഡിയം പൊട്ടാസ്യം ബാലൻസ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറയുന്നത്, അപ്പം സോഡിയത്തിനെ വലിച്ചെടുക്കുന്ന സമയത്ത് K+ ഫിൽട്ടറേറ്റിലോട്ട് കൊടുക്കുന്നു. കണ്ടോ, H+ ഫിൽട്ടറേറ്റിലോട്ട് കൊടുത്ത് pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അമോണിയയെ കൊടുക്കുന്നു. കണ്ടോ, ഇതാണ് നമ്മളുടെ ആര് ചെയ്യുന്നത്, നമ്മളുടെ ട്യൂബുലാർ സെക്രീഷൻ നമ്മൾ അതിനെ പറയുന്ന ആ ഭാഗം എന്ന് പറയുന്നത് ട്യൂബുലാർ സെക്രീഷൻ നമ്മൾ അതിനെ പറയും. ഇനി അടുത്ത പ്രധാനപ്പെട്ട മെക്കാനിസമാണ് നോക്കിയാണ് മക്കളെ, കൗണ്ടർ കറണ്ട് മെക്കാനിസം എന്ന് പറയും. എന്താണ് ഈ മെക്കാനിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോക്കിയേ, മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഫിൽട്രേറ്റ്. നമ്മുടെ ബോഡിയിൽ ദാ ഇത് നെഫ്രോൺ ട്യൂബ്, ഇതാ നോക്കിയേ, സിമ്പിൾ ആണ്ടാ. ഇതാ നോക്കിക്കേ, ഇത് നെഫ്രോൺ ട്യൂബ് ഇതാ നോക്കിയേ, അതിങ്ങനെ ഇറങ്ങി വന്ന് ലൂപ്പ് ഓഫ് എൻലയിട്ട് അങ്ങനെ കയറിപ്പോയി. അതിനെ ചുറ്റിപ്പറ്റി ഇതാ നേരത്തെ അഫറന്റ് ആർട്ടീരിയോൾ, അവിടെ നിന്നും ഗ്ലോമറൂലസിനെ കണ്ടല്ലോ, അവിടെ നിന്നും ഇഫറന്റ് ആർട്ടീരിയോളിനെ കണ്ടല്ലോ. അത് പിന്നെ ദാ ഇങ്ങനെ നെഫ്രോണിനെ മൊത്തത്തിൽ ചുറ്റി ഇങ്ങനെ വരും. അങ്ങനെ കംപ്ലീറ്റ് അതെല്ലാം എന്താണ് ഇങ്ങനെ ബ്രാഞ്ചുകൾ ഇട്ട് ഇങ്ങനെ ചുറ്റും. അതാണ് പെരി ട്യൂബുലാർ ക്യാപ്പില്ലറി എന്ന് പറയുന്നു. ഈ പെരി ട്യൂബുലാർ ക്യാപ്പില്ലറി തന്നെ ലൂപ്പ് ഓഫ് എൻലയെ ചുറ്റുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് വാസ റെക്റ്റ. ഓക്കെ, അപ്പം ഇത് ഹെൻലെ ലൂപ്പ്. ഇനി ഇവിടെയാണൊരു മനോഹരമായൊരു മെക്കാനിസം നമ്മൾ പറയുന്നത്. നോക്കണം മക്കളെ, ഇത് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് എൻലെ, ഇത് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് എൻലെ. ഇത് ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റ, ഇത് അസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റ. കണ്ടോടാ മക്കളെ, ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് എൻലെ ഈസ് അസോസിയേറ്റഡ് വിത്ത് അസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റ. ഇനി അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് എൻലെ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റ. കണ്ടോ, ഒന്നും കൂടെ പറയാനേ, descending limb of loop of LA is associated with ascending limb of vasa recta. Ascending limb of loop of LA is associated with descending limb of vasa recta. കണ്ടോ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരാൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ the flow of filtrate in the two limbs of the loop of LA and flow of blood through the two limbs of the vasa recta. ഒന്നും കൂടെ പറയാം, the flow of filtrate through the two limbs of the loop of LA and flow of blood through the two limbs of vasa recta is in a counter current pattern, that is they are in an opposite direction. ഇതിനെയാണ് കൗണ്ടർ കറണ്ട് മെക്കാനിസം എന്ന് നമ്മൾ അതിനെ പറയുന്നത്. കൗണ്ടർ കറണ്ട് മെക്കാനിസം നമ്മൾ അതിനെ പറയും. ഈ ഒരു മെക്കാനിസം നമ്മൾ പറയുന്ന പേര്. ഇനി ഈ ചിത്രം നോക്കണം മക്കളെ, ഈ കൗണ്ടർ കറണ്ടിൻ്റെ പ്രത്യേകത കൊണ്ട് അതുപോലെ തന്നെ ഹെൻലെ ലൂപ്പയ്ക്കും വാസ റെക്റ്റയ്ക്കും ഇടയിലുള്ള ആ ഒരു പ്രോക്സിമിറ്റിയുടെ പ്രത്യേകത കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഓസ്മോലാരിറ്റി എന്ന് പറയുന്നത് കോർട്ടെക്സിൽ നിന്നും മെഡുല്ലയിലോട്ട് വരുമ്പോൾ 300 to 1200 ആവും. അതായത് കണ്ടോ, 300-ൽ നിന്നും 1200-ലോട്ടാണ് വരുന്നത്. കണ്ടോ, ചിത്രത്തിൽ തന്നെയുണ്ടത്. അപ്പം ഓസ്മോലാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 300-ൽ നിന്നും 1200-ലോട്ട് വരുന്നു. 300-ൽ നിന്നും 1200-ലോട്ട് വരുന്നു. അതായത് കണ്ടോ, 300 to 1200. ഈ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കുന്നത് ആരാണ്? ഈ 300 to 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മൾ പറയുന്നു NaCl-ഉം യൂറിയയും കൂടെ ചേർന്നാണ്. ഇത്രയേ ഉള്ളൂ.
കേട്ടോ. ഓക്കേടാ മക്കൾ, അടുത്ത നോക്കിക്കേ, അടുത്ത കോർ നീറ്റ് പോയിന്റുകൾ. റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ്. എന്താണ് ആ ഫസ്റ്റ് നീറ്റ് പോയിന്റ് എന്ന് പറയുന്നത്? നോക്കിക്കേ, നമ്മുടെ ബോഡിയിലെ ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഒന്ന്, ബ്ലഡ് വോളിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച്, പിന്നെ ബോഡി ഫ്ലൂയിഡ് വോളിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതുപോലെ അയണിക് കോൺസെൻട്രേഷൻ. 3 പോയിന്റാണ്, 3 കോർ നീറ്റ് പോയിന്റാണ്. ഇതാ നോക്കിക്കേ മക്കളെ, നമ്മുടെ ബോഡിയിൽ ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന 3 പോയിന്റുകൾ ഏതൊക്കെയാണ്? ഒന്ന്, ചേഞ്ചസ് ഇൻ ദ ബ്ലഡ് വോളിയം, ബോഡി ഫ്ലൂയിഡ് വോളിയത്തിലെ ചേഞ്ച് ആൻഡ് ദ അയണിക് കോൺസെൻട്രേഷനിലെ ചേഞ്ച്. ഇനി ഇത് 3ന്റെ ചേഞ്ചിനനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ ആ ഒരു റെഗുലേഷൻ നടത്തുന്നത് ആരൊക്കെയാണ്? ഒന്ന്, ഹൈപ്പോതലാമസ് നടത്തുന്ന റെഗുലേഷൻ. ഹൈപ്പോതലാമസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ പോകുമല്ലോ, വാസോപ്രസിൻ എന്നൊരാളെ കുറിച്ച്. അയാളുടെ പേരാണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ, ADH എന്ന് പറയുന്നു. വെള്ളത്തെ റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. 2, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് 125 ml/min അല്ലെങ്കിൽ 180 ലിറ്റർ പെർ ഡേ. അത് ഫാള് ചെയ്താൽ, താഴത്തോട്ട് വന്നാൽ എന്താ പറ്റുന്നത്? BP എല്ലാം കുറഞ്ഞല്ലേ, പ്രഷർ എല്ലാം കുറഞ്ഞു. അപ്പം എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ റാസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആകുന്നു. റെനിൻ, ആൻജിയോടെൻസിൻ, ആൾഡോസ്റ്റിറോൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആകുന്നു. എന്താ അവർ ചെയ്യുന്നത്? അവർ 3 പേരും കൂടെ വന്നിട്ട് റെനിൻ വന്നിട്ട് ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കുന്നു, 1-2 ആക്ടിവേറ്റ് ചെയ്യുന്നു. ആൻജിയോടെൻസിൻ 2 ഈസ് എ പവർഫുൾ വാസോ കൺസ്ട്രിക്റ്റർ. ഈ ആൻജിയോടെൻസിൻ 2 എന്ത് ചെയ്യുന്നു? ഫർദർലി ആൾഡ്രീനൽ കോർട്ടക്സിൽ പോയി ആൾഡോസ്റ്റിറോണിനെയും കൂടെ റിലീസ് ചെയ്യിക്കുന്നു. അങ്ങനെയാണ് റാസ് സിസ്റ്റം വന്നത്. അപ്പം റെനിൻ, ആൻജിയോടെൻസിൻ, ആൾഡോസ്റ്റിറോൺ അവർ ബ്ലഡ് പ്രഷറിനെയും കൂട്ടുന്നു, GFRനെയും കൂട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാം കൂടി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെക്കിങ് നടത്തണ്ടേ? ആ ചെക്കിങ് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പവർഫുൾ വാസോ ഡയലൈറ്ററിനെ വേണ്ടേ? കാരണം ആൻജിയോടെൻസിൻ 2 പവർഫുൾ വാസോ കൺസ്ട്രിക്റ്റർ ആണ്. അതുപോലൊരു വാസോ ഡയലൈറ്ററിനെ വേണ്ടേ? അതാരാ? ഏട്രിയൽ നെട്രി യൂററ്റിക് ഫാക്ടർ, ANF എന്ന് വിളിക്കുന്നു. ഏട്രിയൽ നെട്രി യൂററ്റിക് ഫാക്ടർ നല്ല ഒന്നാന്തരം ഒരു വാസോ ഡയലൈറ്റർ ആണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുന്നുണ്ട്. ക്ലിയർ? മിക്ചുറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അതായത് പ്രോസസ് ഓഫ് റിലീസ് ഓഫ് യൂറിൻ. എന്താ സംഭവിക്കുന്നത്? നോക്കിക്കേടാ മക്കളെ, നമ്മുടെ ബ്ലാഡറിന്റെ സർഫസിലായിട്ട് സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ അകത്ത്, നമ്മുടെ ബ്ലാഡറിന്റെ അകത്ത് ഒരു 500 ml യൂറിൻ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യും. ഈ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ബ്രെയിനിലോട്ട് കൊണ്ട് മെസ്സേജ് കൊടുക്കുന്നു. അപ്പം എന്താ സംഭവിക്കുന്നത്? ബ്രെയിൻ തിരിച്ച് വിശ്വപ്രസിദ്ധമായ ഒരു മെസ്സേജ് ബ്ലാഡറിലോട്ട് കൊടുക്കുന്നു. അത് നീറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മെസ്സേജാണ്. എന്താണ് ആ മെസ്സേജ്? ബ്ലാഡറെ നീ കോൺട്രാക്ട് ചെയ്യൂ, ബ്ലാഡർ കോൺട്രാക്ട്സ്. യൂറത്രേ നീ റിലാക്സ് ചെയ്യൂ, യൂറത്ര റിലാക്സ്. കണ്ടോ? ബ്ലാഡറെ നീ കോൺട്രാക്ട് ചെയ്യൂ, യൂറത്രേ നീ റിലാക്സ് ചെയ്യൂ. നീറ്റ് പരീക്ഷയ്ക്ക് ഇത് മാറ്റി മറിച്ചും ചോദിക്കും. ബ്ലാഡർ കോൺട്രാക്ട്, യൂറത്ര റിലാക്സ്, ബ്ലാഡർ റിലാക്സ്, യൂറത്ര കോൺട്രാക്ട്സ്. അങ്ങനെ മാറ്റി ചോദിക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത്. ബ്രെയിൻ അയക്കുന്ന മെസ്സേജ് ബ്ലാഡറെ നീ കോൺട്രാക്ട് ചെയ്യൂ, യൂറത്രേ നീ റിലാക്സ് ചെയ്യൂ. അപ്പോൾ യൂറിൻ ഒഴിക്കാൻ പറ്റുന്നു. ഓക്കെ, ഫൈനലി ഡിസോർഡേഴ്സ് അസോസിയേറ്റഡ് വിത്ത് യുവർ കിഡ്നീസ് ഏതൊക്കെയാണ് പറയേണ്ടത്? ഒന്ന്, യുറീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ യൂറിയ അക്യുമുലേറ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംഭവം ഉണ്ടാവാം. റീനൽ കാൽക്കുലി, മൂത്രത്തിൽ കല്ലെന്നൊക്കെ പറയാറില്ല. എന്താ അത്? സ്റ്റോൺ ഓർ ഇൻസൊല്യൂബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സാൾട്ട്, അതായത് അലിയപ്പെടാത്ത ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള സാൾട്ടുകൾ അല്ലെങ്കിൽ കല്ലുകൾ, ഓക്സലൈറ്റുകൾ മൂലമാവാം ഫോംഡ് വിത്തിൻ ദ കിഡ്നി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീനൽ കാൽക്കുലി. പിന്നെ ഉണ്ട് നമ്മുടെ ഗ്ലോമറൂലസ്, അതായത് കിഡ്നിയുടെ ഗ്ലോമറൂലസിന് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ സംഭവിച്ചാൽ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒരു 30 മിനിറ്റ്സിൽ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് എലിമിനേഷൻ കോറായിട്ടുള്ള പോയിന്റുകളെല്ലാം നിറച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ ചാപ്റ്റർ എടുത്ത് വായിക്കണം, എന്നിട്ട് വീണ്ടും വീഡിയോ കാണണം. അപ്പം മനസ്സിലാകും എല്ലാ പോയിന്റുകളും നമ്മൾ ചേർത്ത് നിറച്ചാൽ തന്നിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം നമ്മൾ ആ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ചാപ്റ്റർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ 2 ചോദ്യങ്ങൾ 100% ഉറപ്പായിട്ട് കിട്ടും. തീർച്ചയായും നമുക്ക് 2ൽ കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടെന്നാൽ ഇത്തവണ നമുക്ക് ചാപ്റ്റർ ഡിലീഷനൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എക്സ്ക്രീഷനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടിയേക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറഞ്ഞ സമയത്ത് 30 മിനിറ്റിൽ ഈ ചാപ്റ്റർ നമ്മുടെ കയ്യിലോട്ടൊരു ക്യാപ്സ്യൂൾ പോലാണ് തന്നിരിക്കുന്നത്. അത് കണ്ടതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് വായിച്ച് ആ ചാപ്റ്റർ ഡൊമിനേറ്റ് ചെയ്യണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് വിഷ്.